ഫ്ലോപ്പുകൾ കൊണ്ട് അമ്മാനമാടുന്ന തെലുങ്ക് യൂത്ത് സ്റ്റാർ നിതിന്റെ 25ാം പരാജയ ചിത്രം തമ്മുടു. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഇൻഷുറൻസിന് വേണ്ടി ഒരു ഫാക്ടറി മുതലാളി അയാളുടെ ഫാക്ടറി പൊട്ടിക്കുന്നിടത്താണ്. ബട്ട് ഗൈസ്, ആ ഫാക്ടറി പൊട്ടിച്ചതും അതിലെ വിഷവാതകങ്ങളൊക്കെ ചോർന്ന് അത് ശ്വസിച്ച ആ നാട്ടിലുള്ള കുറെ ആളുകൾ മരിച്ചു പോവുകയാണ്. സോ ഈ ഫാക്ടറി പൊട്ടിച്ച് അവിടെയുള്ള ആൾക്കാരൊക്കെ കൊന്ന ഈ ഫാക്ടറി മുതലാളിയാണ് ഈ സിനിമയിലെ വില്ലൻ. ഭയങ്കരമായ ആള്. ഇനി ഈ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ പണ്ടൊരു അനാഥനായിരുന്നു. അങ്ങനെ ഇവനൊരു റിച്ച് ടീം ദത്തെടുത്ത് വളർത്തിയതാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനൊരു ആക്സിഡന്റ് പറ്റുന്നതും അവന്റെ ചെവിക്ക് ഒരു പ്രശ്നം പറ്റുന്നതും. അതായത് 20 ഡെസിബലിന് മേലെ ശബ്ദം വന്നാൽ അവൻ അത് സഹിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ രഹസ്യം പറയുന്നത് വരെ 30 ഡെസിബിളാണ്. അതിന്റെ മേലൊക്കെ ശബ്ദം വന്നാൽ പോലും അവൻ അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ സൗണ്ടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ അവന്റെ വീട് ഫുള്ള് സൗണ്ട് പ്രൂഫ് ആക്കി ആ വീട്ടിൽ തന്നെ ഒരേ ഇരിപ്പാണ്. പുറത്തിറങ്ങുമ്പോൾ പോലും പ്രിങ്കിൾസിന്റെ പാക്കറ്റ് പോലൊരു ചെല്ലുംകൂട്ടിൽ മൂടി കെട്ടിയാണ് പുറത്തിറങ്ങുക. പിന്നെ ചുറ്റുമുള്ള സൗണ്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ചെവിയിൽ ഒരു സൗണ്ട് ഡിഡക്ഷൻ മെഷീനും പിന്നെ ഇനിയും ശബ്ദം കുറയ്ക്കാൻ അവന്റെ ഒപ്പം ജോലി ചെയ്യുന്നവരൊക്കെ ഊമകളുമാണ്. ജോലി ചെയ്യുന്നവരെല്ലാരും ഊമകളാണ് സാർ. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് ബോറടിക്കുമ്പോൾ ഒന്ന് പാട്ട് കേട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി പോലും സൗണ്ട് ഇല്ലാതെ വലിയ സ്ക്രീനിൽ പാട്ടിന്റെ ഡാൻസിന്റെ വീഡിയോ ഇട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കും. മാത്രമല്ല ഇവൻ ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ പോലും മണി അടിക്കുമ്പോൾ ഒച്ചയില്ലാത്ത മണിയാണ് അടിക്കുക. പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ മണി അടിക്കുന്നേ? എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം. ഇനി ഇതൊക്കെ പോട്ടെ, ഈ മണ്ടന് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ മൂപ്പരടയ്ക്ക് ബോറടിക്കുമ്പോൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ പോകും. എന്നിട്ട് മീൻ കിട്ടിയതും ആ മീനിന്റെ ചൂണ്ടയുരാതെ അത് പൊരിച്ചടിക്കും. എന്നിട്ട് അണ്ണാക്കില് ചൂണ്ടയും കൊടുങ്ങി ദാ ഇങ്ങനെ ഇരിക്കും. ഒരു പ്രത്യേക ജീവിതല്ലേ. ചുരുക്കി പറഞ്ഞാൽ ആഞ്ഞൊരു വളി വിട്ടാൽ തട്ടി പോകുന്ന ഒരു വില്ലൻ. സോ ഗൈസ്, അങ്ങനെ ഈ മണ്ടൻ ഫാക്ടറിയും കത്തിച്ച് ഇൻഷുറൻസും വാങ്ങി സ്കൂട്ടാവാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ വാതകം ചോർന്ന് മരിച്ചവരുടെ വീട്ടുകാരൊക്കെ വി വാണ്ട് ജസ്റ്റിസ്, ഫാക്ടറി മുതലാളി അറസ്റ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞ് കളക്ടറേറ്റിന്റെ മുന്നിൽ സമരം ഇരിക്കുന്നത്. അപ്പോ ഫാക്ടറി ബ്ലാസ്റ്റ് അന്വേഷിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് നാട്ടുകാർക്കൊക്കെ നീതി നേടി കൊടുക്കാൻ വേണ്ടി വന്ന ധീരയായ ഒരു ഓഫീസറാണ് ജാൻസി കിരൺ. ഡിപ്പാർട്ട്മെന്റിൽ അവളുടെ പേരെന്താണെന്ന് അറിയൂ? ലേഡി ധർമ്മരാജ്. അവർ ആ ഫാക്ടറിയെ പറ്റി അന്വേഷിച്ച് വില്ലനെതിരെ കളക്ടറിന് റിപ്പോർട്ട് കൊടുക്കാൻ നിൽക്കുകയാവും. അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞ വില്ലൻ ഈ ജാൻസി എങ്ങനെങ്കിലും കൊല്ലാൻ വേണ്ടി പ്ലാൻ ആക്കുന്നത്. അപ്പൊ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ജാൻസിയെ രക്ഷിക്കാൻ ഒരു അപരാധ പിറവി ജന്മം എടുക്കണമല്ലോ. നിങ്ങൾക്കുള്ള നീതി നേടിത്തരുവാണ്. യെസ് ഗൈസ്, ദി ഹീറോ ഇൻട്രോ. ഇനി ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവന് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവൻ ഇപ്പോൾ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നാ ലാസ്റ്റ് അടിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതായത് ഇവന്റെ ആഗ്രഹം ഇന്ത്യക്ക് വേണ്ടി അമ്പെയ്ത്തിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അടിക്കണമെന്നാണ്. ബട്ട് ഗൈസ്, നമ്മുടെ അർജുനൻ ഇപ്പോൾ എത്ര വിട്ടിട്ടും ലക്ഷ്യസ്ഥാനത്ത് കൊള്ളുന്നില്ല. അങ്ങനെ മൂപ്പരാകെ ഡിപ്രഷൻ അടിച്ച് നടക്കുകയാവും. എന്നിട്ട് ആ കാര്യം അവൻ ഇവന്റെ ബെസ്റ്റിയോട് ചെന്ന് പറയും. സോ ഗൈസ്, ഇവന്റെ ഈ പ്രോബ്ലം കേട്ടതും അവൾ ഇവനോട് പറയും, നിന്റെ ഈ ഫോക്കസ് ഇല്ലായ്മയ്ക്കൊക്കെ കാരണം പണ്ട് നിന്റെ ചേച്ചി വീട് വിട്ടു പോയതാണെന്ന്. അവരെ പോയെന്ന് കണ്ടുപിടിച്ചാൽ നിന്റെ ഫോക്കസ് ഒക്കെ തിരിച്ചു കിട്ടുമെന്നും പറയും. ആൻഡ് യെസ് ഗൈസ്, അവന്റെ പണ്ട് വീട് വിട്ടു പോയ ആ ചേച്ചിയാണ് നമ്മുടെ വില്ലൻ കൊല്ലാൻ നടക്കുന്ന ലേഡി ധർമ്മരാജു. ഇവരെന്തിനാ പണ്ട് അവരുടെ വീട് വിട്ടു പോയതെന്ന് ചോദിച്ചാൽ ഈ ജാൻസിക്ക് പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു. അത് അവരുടെ വീട്ടിൽ പൊക്കും. എന്നിട്ട് അവളുടെ ഡാഡി പറയും പ്രേമിച്ചവരൊന്നും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവളെ മറ്റൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അതോടെ അവൾ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് ആ ഭർത്താവിന്റെ ഒപ്പം ദൂരെ എവിടെയോ ജീവിക്കാൻ തുടങ്ങി. സോ ഗൈസ്, അങ്ങനെ അർജുനന് ഫോക്കസ് കിട്ടാൻ വേണ്ടി അവനും ബെസ്റ്റിയും കൂടി അവൻ കൊച്ചരിക്കുമ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ലാത്ത ആ ചേച്ചി അന്വേഷിച്ചിറങ്ങുകയാണ്. ഇതേ സമയമാണെങ്കിലോ ആ ചേച്ചി അവരുടെ ഫാമിലിയുമായി ഒരു കാടിന്റെ ഉള്ളിലെ ചക്ക വെട്ടി വെച്ച പോലെ ഒരു കുന്നിന്റെ മുകളിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിരിക്കുകയാവും. ആൻഡ് അവിടുന്ന് തൊഴലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ആ വില്ലൻ അവരെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ വിടുന്നത്. ആൻഡ് ആ ഗുണ്ടകൾ അവരെ ചേസാക്കി കൊല്ലാൻ നിൽക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി തേടിയ വള്ളി കാലിൽ ചുറ്റിയ പോലെ ആ ജാൻസിയെ ഗുണ്ടകൾ കൊല്ലാൻ വേണ്ടി ഓടിപ്പിക്കുന്നത് നമ്മുടെ അർജുനൻ കാണുന്നത്. എന്നിട്ട് അവൻ ആ ഗുണ്ടകളൊക്കെ അടിച്ചു പറത്തി അവന്റെ ചേച്ചിയെ രക്ഷിക്കുകയാണ്. അതിനുശേഷം ആ ഗുണ്ടകളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനായി ഇവരെല്ലാവരും കൂടി ഫാമിലിയായി പാട്ടും പാടി ഡാൻസും കളിച്ച കാടിന്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. എടാ 10-50 ആൾക്കാർ കൊല്ലാൻ വേണ്ടി പിന്നാലെയുണ്ട്. എന്നിട്ടും എങ്ങനെടാ ഈ ഡാൻസും കളിച്ച് നടക്കാൻ പറ്റുന്നേ? അതും ഈ പട്ടണത്തിൽ ഭൂതത്തിലേക്ക് പാട്ടും പാടി.
ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായകൻ അർജുനൻ ഈ കാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവന്റെ ഫോൺ എടുത്ത് എമർജൻസി നമ്പറിലേക്ക് ഡയലാക്കുന്നത്. അവിടെ വരികയാണ് ഈ സിനിമയിലെ നായിക രത്ന. മനുഷ്യനെ പോലെ സംസാരിക്കുന്നു മൈന, നിങ്ങളോട് സംസാരിക്കുന്നു രത്ന. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ആരെന്ത് എമർജൻസിക്ക് വിളിച്ചാലും ഇവൾ കവിത പാടിക്കൊടുക്കും. ഹലോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു കേൾക്കാം. മനുഷ്യനെ പോലെ സംസാരിക്കുന്നു മൈന, നിങ്ങളോട് സംസാരിക്കുന്നു രത്ന. എന്റെ ദൈവമേ. ഇതൊക്കെ ചെറുത്. ഇവളുടെ കയ്യിൽ ഇതേപോലത്തെ വേറെ ഐറ്റംസ് ഉണ്ട്. EBCDF നമ്മുടെ കൊന്ന പച്ച മരുന്ന്. കറന്റിന് വേണം ഫ്യൂസ്, ഈ രത്നത്തോട് സംസാരിക്കാൻ വേണം ഫീസ്. രാവിലെ ഉദിച്ചു വരും സണ്ണ്, നിങ്ങളുടെ ഈ രത്ന ഓൾവേസ് വണ്ണ്. നിർത്തടി നിന്റെ ഫണ്ണ്, നിന്റെ വായിൽ തിരുകും ഞാൻ പണ്ണ്. സോ ഗൈസ്, അങ്ങനെ ഒരു 10-50 ആൾക്കാർ കൊല്ലാൻ വേണ്ടി പിന്നാലെ വരുന്ന നേരത്തും ഈ വേട്ടാവളിനെ രത്നേനെയും വിളിച്ച് സംസാരിച്ച് പ്രണയത്തിലാവുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോ ഗൈസ്, അവരുടെ ഈ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലായതും അവരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രത്ന അവർക്ക് ഒരു വമ്പൻ ഡ്രൈവർ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് മറ്റാരുമല്ല, സ്വാസിക. ഇവളാണെങ്കിൽ ഫുൾ ടൈം പുകയിലും കത്തിച്ച് വലിച്ചാണ് നടപ്പ്. അതുകൊണ്ട് തന്നെ ഇവളുടെ തൊള്ളയൊക്കെ ചെങ്കൽ കോറി പോലെ ആയി കിടക്കുകയാണ്. സോ അങ്ങനെ ഇവരൊക്കെ കൂടി സ്വാസികയുടെ വണ്ടിയിൽ കയറി രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാണ് ആ ഗുണ്ടകൾ പിന്നെ വന്ന് ആക്രമിക്കാൻ നിൽക്കുന്നത്. അത് കണ്ടത് നമ്മുടെ നായകൻ മാസ് കാണിക്കാൻ വേണ്ടി അമ്പും വില്ലും ഒക്കെ എടുത്ത് വീശും. പക്ഷെ അവനൊരു ഉന്നമില്ലാത്തവനല്ലേ, ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് കൊള്ളൂല. അവസാനം ആ അമ്പും വില്ലൊക്കെ കളഞ്ഞ് ആ ഗുണ്ടകളൊക്കെ ഇടിച്ചു പറത്തി അർജുനനും വീട്ടുകാരും സ്വാസികയുടെ വണ്ടിയിൽ കയറി അവിടുന്ന് എസ്കേപ്പ് ആവും. ആൻഡ് അങ്ങനെ ഇവര് ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിലൊരു പെണ്ണിന് പ്രസവിക്കാൻ മുട്ടുന്നത്. അതോടെ അവരവിടെ ബസ്സൊക്കെ സൈഡാക്കി ആ പെണ്ണിന്റെ കാടിന്റെ നടുവിൽ കൊണ്ടുപോയി കല്ലുകൊണ്ടൊരു ഡെലിവറി ബെഡൊക്കെ ഉണ്ടാക്കി ചുറ്റുമുള്ള മരമൊക്കെ വട്ടത്തിൽ കത്തിച്ച് ആ പ്രസവം നടത്തുകയാണ്. അങ്ങനെ വട്ടത്തിൽ മരം കത്തിച്ച് അതിന്റെ ഉള്ളിൽ പ്രസവം നടക്കുന്നു. പുറത്താണെങ്കിലോ കൊല്ലാൻ വന്ന ഗുണ്ടകളുമായി അർജുനന്റെ അടിയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. അവസാനം ഈ സംഘർഷാവസ്ഥയിൽ ആ കുട്ടി അങ്ങ് ജനിക്കും. എന്നിട്ട് അവർ അതിനെയും കൊണ്ട് എവിടുന്നാന്നൊന്നും അറിയാമേല ആ കൊടും കാട്ടിൽ നിന്നൊരു കൊട്ടവഞ്ചിയും എടുത്ത് ആ കാട്ടിലെ പുഴയിലൂടെ ഇവരൊക്കെ എസ്കേപ്പ് ആവും. എന്തൊരു സംഭവ ബഹുലമായ ജീവിതമാണല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ്. എന്നാലും ഡ്യൂ ഡേറ്റിന്റെ ഒക്കെ ടൈമിൽ ഓഫ് റോഡും ചെയ്ത് ആ ചക്ക വെട്ടി വെച്ച പോലുള്ള കുന്നുപുറത്തേക്കൊക്കെ ട്രിപ്പ് വന്ന ആ വീട്ടുകാരെ നമ്മൾ കാണാതെ പോകരുത്. ഈ സമയത്താണ് ഇവരെ കൊല്ലാൻ പറ്റാത്ത ഭ്രാന്ത് പിടിച്ച ആ വില്ലൻ ഇവരെയൊക്കെ കൊന്ന് തലയെടുത്ത് വന്നാൽ ആ കാട്ടുഗ്രാമത്തിലുള്ളവർക്ക് 1 കോടി രൂപ തരാമെന്ന് പറയുന്നത്. ആ കുടുംബത്തെ കൊല്ലുന്നവർക്ക് 1 കോടി രൂപ. അതോടുകൂടി ആ കാട്ടുഗ്രാമത്തിലുള്ളവരൊക്കെ ഇവരെ കൊല്ലാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാവും. ആൻഡ് അവന്മാരുടെ അടുത്തുനിന്നൊക്കെ ഫാമിലി രക്ഷിച്ച് നമ്മുടെ നായകൻ അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുകയാവും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെയൊക്കെ കൊന്നാൽ 1 കോടി രൂപ കിട്ടുമെന്നറിഞ്ഞ സ്വാസിക അവളുടെ ബസ്സൊക്കെ മാറ്റി ടിപ്പർ പോലൊരു കുതിരവണ്ടി കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് നുണ പറഞ്ഞ് ആ ഫാമിലി ആ വണ്ടിയിൽ കയറ്റി അങ്ങ് പുലിമുരുകന്റെ സെറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ വെച്ച് അവരൊക്കെ വെട്ടിക്കൊല്ലാൻ നോക്കുകയാണ്. ആ ആക്രമണത്തിൽ സ്വാസിക നമ്മുടെ ബെസ്റ്റി എടുത്ത് പൊക്കി ഒരു കല്ലിൽ കുത്തി താഴെയിടും. പക്ഷെ അതുകൊണ്ടൊന്നും അവള് ചത്തില്ല. ചാവുന്നതിന് മുന്നേ അവൾ നമ്മുടെ സ്വാസികയെ കുത്തി കൊല്ലും. എന്നിട്ട് മരണത്തിന് കീഴ്പ്പെടും. അങ്ങനെ ഈ കുടുംബം മൊത്തം ആ ബെസ്റ്റി ആ കാട്ടിൽ കുഴിച്ചിട്ട് മരിപ്പിനുള്ള വടിയും ചായം തിന്ന് അവളുടെ 16 അടിയന്തരവും കൂടി അവിടുന്ന് സ്വാസികയുടെ കുതിരവണ്ടിയും എടുത്ത് നാട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇങ്ങനെ നാട് പിടിക്കാൻ നോക്കുമ്പോഴാണ് ഒരു പാലത്തിന്റെ മുകളിന്ന് ആ ഗുണ്ടകൾ വന്ന് കുഴിബോംബിട്ട് അവര് പോകുന്ന ആ കുതിരവണ്ടി തകർക്കുന്നത്. ഇത് തീർന്നില്ലേ? എന്നിട്ട് ആ വില്ലന്മാരും നമ്മുടെ അർജുനനും കൂടി ആ പാലത്തിന്റെ മുകളിന്ന് അടിയോടടി ഒരു 10-20 ആൾക്കാരൊക്കെ ചേർന്ന് നമ്മുടെ അർജുനനെ പാലത്തിന്റെ മുകളിന്ന് തള്ളി താഴെയിടാൻ നോക്കും. പക്ഷെ ഇവനെ അങ്ങനെ തള്ളി താഴെയിടാനൊന്നും പറ്റൂലല്ലോ, ഇവൻ നായകനല്ലേ. പകരം നമ്മുടെ നായകൻ ഒരു ചാട്ടം ചാടി ആ 10-20 ആൾക്കാരും തള്ളി താഴെയിടും. ഭയങ്കരം തന്നെ. അങ്ങനെ ഈ അടിയുടെ അവസാനം അവന്റെ ചേച്ചി ജാൻസി ഒരു ഗുണ്ടയുടെ കയ്യിൽ കിട്ടും. ആൻഡ് ആ ഗുണ്ട അവളെ കഴുത്തറുത്ത് കൊല്ലാൻ നിൽക്കുകയാവും. അപ്പൊ അത് നമ്മുടെ അർജുനൻ വന്ന് ആ ഗുണ്ടയുടെ കണ്ണിലേക്ക് അമ്പയുകയാണ്. യെസ് ഗൈസ്, അർജുനന് നഷ്ടപ്പെട്ട ഫോക്കസ് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവസാനം ഈ അപരാധങ്ങൾക്കൊക്കെ ശേഷം ആ കാട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇവരൊക്കെ നാട്ടിലെത്തും. എന്നിട്ട് ആ വില്ലന്റെ ഫാക്ടറിക്ക് എതിരായ റിപ്പോർട്ട് ജാൻസി ഗവൺമെന്റിന് കൈമാറും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടെ ഈ പണം കഴിഞ്ഞെന്ന്. ബട്ട് ഇല്ല ഗൈസ്, നാട്ടിലെത്തിയതും ആ അർജുനൻ ഒരു ലോറി എടുത്ത് നേരെ ആ വില്ലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കുമല്ലേടെ എന്നും പറഞ്ഞ് ആ വീട്ടിലെ പൂന്തോട്ടത്തിൽ ചുമ്മാ ചില്ലും കൂട്ടിൽ ഉലാത്തിക്കൊണ്ടിരുന്ന ആ വില്ലനെ ഒരു പിക്കപ്പിൽ കയറ്റി നേരെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവനെ ആ സമരം ചെയ്യുന്നവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. അവസാനം അവരൊക്കെ കൂടി ആ വില്ലനെ അവിടെ ഇട്ട് പാട്ട കൊട്ടി കൊല്ലുകയാണ്. എന്റെ കരിയറിൽ ഞാൻ ഇത്രയും നാണം കിട്ടൊരു വില്ലന്റെ മരണം കണ്ടിട്ടില്ല. അങ്ങനെ അവസാനം ഈ അനുഭവങ്ങളൊക്കെ കാരണം ഒന്ന് വിടാൻ പോലും കഴിവില്ലാതിരുന്ന നമ്മുടെ നായകൻ വിട്ടങ്ങ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടുകയാണ്. എന്നിട്ട് ആ ഗോൾഡ് മെഡലും കൊണ്ട് ആ എമർജൻസി കാളിലൂടെ പരിചയപ്പെട്ട രത്നത്തിന്റെ അടുത്ത് പോയി സുഖമായി ജീവിക്കും. പടം കഴിഞ്ഞ്
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരദ, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.